യൂറോപ്യൻ കൺട്രീസിൽ ഇത് ഭയങ്കര ഒരു ഹോബിയാണ്. മിക്കവാറും നമ്മൾ ഓർക്കിഡ് ചെടികൾ അല്ലെങ്കിൽ അതുപോലുള്ള ചെടികൾ അല്ലെങ്കിൽ പെറ്റ്സിന് കാറ്റോ പിന്നെ ഡോഗിനെയോ ബേഡ്സിനെയൊക്കെ വളർത്തുന്നത് പോലെ തന്നെ ഇന്ന് ആൾക്കാരുടെ പ്രധാനപ്പെട്ടൊരു ഹരമാണ് കാർണിവോറസ് പ്ലാന്റ്സിൻ്റെ കളക്ഷൻ. ഇന്ന് ഇന്ത്യയിൽ നല്ല രീതിയിൽ കാർണിവോറസ് പ്ലാന്റ്സ് വളർത്തുകയും വിൽക്കുകയും ട്രേഡ് ചെയ്യുകയും അവിടെയാണ് നമുക്ക് അതിൻ്റെ പിന്നെ ഫിനാൻഷ്യൽ പാർട്ട് വരുന്നത്. ട്രേഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നിപ്പന്തസിൽ നമ്മൾ പിക്ചർ പ്ലാന്റ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽ 3 തരം പ്ലാന്റ്സ് ആണുള്ളത് നാച്ചുറലി. ഒന്നെന്ന് പറയുന്ന ലോ ലാൻഡ്സ് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയരത്തിലല്ലാതെ താമസിക്കുന്ന അല്ലെങ്കിൽ വളരുന്ന ചെടികൾ, അവ നമുക്കിവിടെ നന്നായിട്ട് വളരും. രണ്ടാമത്തത് മിഡിൽ ലാൻഡ്, അതെന്ന് പറഞ്ഞാൽ കുറച്ച് ആൾട്ടിറ്റ്യൂഡ് കൂടിയതാണ്, എന്നാൽ ഭയങ്കര ഹൈ ആൾട്ടിറ്റ്യൂഡില്ല, അതും ഒരു പരിധി വരെ വരും. പിന്നെ ഉള്ളത് ഏറ്റവും ഉള്ളത് ഹൈലാൻഡ് പ്ലാന്റ്സ് ആണ്. ഹൈലാൻഡ് പ്ലാന്റ്സിലാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ പ്ലാന്റ്സ് ഉള്ളത്. പക്ഷേ അത് നമുക്കിവിടെ വരത്തില്ല. അത് നല്ല പിന്നെ ഉയരം കൂടിയ ഇപ്പോൾ മലേഷ്യയിലെ ബോർണിയയിലെ കിനബാലു ഹിൽസ് അതുപോലെയുള്ള അത് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഈ വയനാട് പോലുള്ള ഭാഗങ്ങളിൽ വളരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് കേരളത്തിലെ പൊതുവേ ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മളെ മിഡിൽ ആൻഡ് ലോ ലാൻഡ് പ്ലാന്റ്സ് ആണ്. അതിലാണ് ഇതെല്ലാം വരുന്നത്. ചെടികൾ കൊടുക്കുന്നുണ്ടോ? ബ്രീഡ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ ഒരു ഹൈബ്രിഡ് നെപ്പന്തസ് മിറാബിലിസ് ഇൻഡോ നെപ്പന്തസ് റഫ്ലേഷ്യൻ എന്ന് ഞാൻ പറഞ്ഞ ഈ ഒരു ഹൈബ്രിഡ് നമ്മൾ ധാരാളമായിട്ട് സീഡ് വഴി മൾട്ടിപ്ലൈ ചെയ്യും. ഏകദേശം 2000-ന് പ്ലാന്റ് നമ്മൾ സെല്ല് ചെയ്തു. ഇനിയും നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് അതെ സീഡ്സ് വഴിയാണ്. ടിഷ്യൂ കൾച്ചർ പറ്റും, പക്ഷേ നമുക്ക് സീഡ് ധാരാളമായിട്ട് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു ക്യാപ്സ്യൂളിൽ ഒരു ഇൻഫ്ലോറസൻസിൽ നിരവധി ക്യാപ്സ്യൂളാണ്. ഒരു ക്യാപ്സ്യൂളിൽ തന്നെ 10-30 സീഡ്സ് നമുക്ക് കിട്ടും. ശരിക്കും പറഞ്ഞാൽ കേരളത്തിന് ഒരു വലിയ വിപണി സാധ്യത തുറന്നു തരുന്ന ഒന്നായിട്ട് ഇത് മാറാൻ പോവാണ്. തീർച്ചയായിട്ടും. കാരണം ട്രെൻഡ് കൂടിക്കൊണ്ടുവരികയാണ്. ഇതിന് ആവശ്യക്കാർ കൂടി വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് 2000-ലധികം പ്ലാന്റ്സ് ഇപ്പോൾ ഇതുവരെ നമ്മൾ ഇവിടെ നിന്ന് ടിപ്പിച്ചാറയിൽ നിന്ന് സെയിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് തന്നെ സൂചിപ്പിക്കുന്നത് അതിൻ്റെ ഡിമാൻഡാണ്. വളരെ കുറഞ്ഞ നിരക്കിൽ, പുറത്ത് കിട്ടുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിൽ പബ്ലിക്കിന് ഈ പ്ലാന്റ് കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതിനാവശ്യമുള്ള സ്റ്റോക്ക് ഇപ്പോഴും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇരവടിയൻ ചെടികൾ ഇനി വിപണി പിടിയന്മാർ കൂടി ആവാൻ പോവുകയാണ്.